ആലപ്പുഴ ഭരണിക്കാവ് പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണമുണ്ടായി. 3 പേർക്കാണ് കടിയേറ്റത്. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നുള്ളൊരു പ്രതികരണം കൂടി. അടുത്ത കടയിലോട്ട് വെള്ളം കടയിലോട്ട് പോയത്, കടയിൽ പോയപ്പം ഒരു പട്ടി എന്ന് വെച്ചാൽ അത് തലേദിവസം തന്നെ അവിടെ ഉള്ള പട്ടികളെ പിള്ളേരെയൊക്കെ കടിച്ചിട്ടുള്ള പട്ടിയാണ്. ഇവിടെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. അപ്പോൾ അത് എന്നോടും തിരിഞ്ഞു, ഇവിടെ ശരിക്കും കൈക്ക് കടിക്കുകയും അത് എൻ്റെ നേർക്ക് ചാടുകയും എന്നെ അള്ളുകയും എല്ലാം ചെയ്തു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഇന്ന് നമ്മുടെ ക്യാമ്പയിൻ തന്നെ നാട്ടിൽ വർദ്ധിച്ചുള്ള തെരുവുനായ ശല്യത്തെക്കുറിച്ചാണ്. അത് ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയിൽ പറയുന്നുണ്ട്. ഒരു ദിവസം ഒരാളെയെങ്കിലും തെരുവുനായ കടിക്കുമെന്ന്. ഇന്ന് 3 പേരെയാണ് തെരുവുനായ കടിച്ചത്. വീടിന്റെ വാതുക്കലുള്ള റോഡിൽ നിൽക്കുമ്പോഴാണ് 3 പേരെ, ഒരു ഭാര്യയും ഭർത്താവിനെയും മറ്റൊരു അയൽവാസിയും ഉൾപ്പെടെ 3 പേരെ തെരുവുനായ കടിച്ചത്. ഈ നായ ഇന്നലെ 9 വയസ്സുകാരിയായ ദയ എന്ന പെൺകുട്ടിയെയും കടിച്ചിരുന്നു. അതിനുശേഷം പോലും ആ നായയെ പിടിക്കാനുള്ളൊരു ഒരു തീരുമാനം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ നായയെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.